അമൃത സുരേഷ്, പാപ്പു ഇഷ്യൂ നിങ്ങൾക്കറിയാം. ദ ലേറ്റസ്റ്റ് അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഇത് പറയാൻ നീ ആരാ, ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ചെമ്പൻ സ്റ്റെഫാൻ എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, RJ ആയിരുന്നു, ഇപ്പോൾ VJ ആണ്. ഇവരുമായിട്ട് എനിക്ക് എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാനും അമൃത സുരേഷിൻ്റെ ഫാമിലി ആയിട്ട് ഭയങ്കര വെരി ക്ലോസ് ആണ്. ലൈക്ക് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയാണ് ഞാനും അമ്മു ചേച്ചി എന്ന് പറഞ്ഞാൽ. അബിയും അമ്മയൊക്കെ ആയിട്ടും അച്ഛനായിട്ടും എല്ലാവരായിട്ടും ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ഫാമിലിയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഇവരുടെ ഓരോ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പാപ്പു വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യം അക്ഷരം പ്രതി സത്യമാണ്. അതിനകത്ത് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്തതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല അമൃത സുരേഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഒരു സിംഗർ, ഗായിക. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ അവർക്കത് ചെയ്യായിരുന്നു. നേരത്തെ കുഞ്ഞിനെ വെച്ചിട്ട്, കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്താൽ മതി. പാപ്പു പാപ്പു അമ്മ കഷ്ടപ്പെടുന്നു നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ചേച്ചിക്ക് നേരത്തെ ചെയ്താൽ മതി. ഈ ഫാമിലിയിൽ ഒരാളും ബാലയ്ക്കെതിരെ ഒരിക്കൽ പോലും സംസാരിക്കാൻ ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഞാനൊരു വീഡിയോ ഇടുമ്പം എന്നെ എതിർത്തതാണ് ഇവർ. ഇടണ്ട സിനിമ വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു അമൃത അമൃത എന്നെ 2ാം കല്യാണം കഴിച്ചതാണ് ബാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോ അമ്മ ചേച്ചിയുടെ വീഡിയോയിൽ അത് പുറത്ത് വന്നിട്ടുണ്ട്. അമ്മ ചേച്ചി പേരടക്കം പറയുന്നുണ്ട് ചന്ദന എന്നാണ്. ഞാൻ പേര് പറഞ്ഞില്ല ബാക്കിയൊന്നും, കാരണം ഇത് എങ്ങനെ ഇഷ്യൂ ഉണ്ടാവാന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് ടെൽ എനിത്തിങ്. അന്നത്തെ വീഡിയോയിൽ ഞാനൊന്നും പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു കല്യാണം അമൃതയെ കുറ്റം പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. 2ാമത് 3ാമത് കല്യാണം കഴിച്ചു, ഇപ്പൊ 4ാമത് ആരുടെ കൂടെ ലിവിങ് ടുഗദർ നിൽക്കും. ബാലയ്ക്കെതിരെ തുറന്ന് സംസാരിച്ച മുൻ ഭാര്യ കൂടിയായ ഗായിക അമൃത സുരേഷിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മകളെ കൊണ്ട് അച്ഛനെതിരെ അമൃത സംസാരിപ്പിച്ചു എന്നാണ് ആക്ഷേപം. അച്ഛനെക്കുറിച്ച് ഇല്ലാ കഥകൾ പലതും പറഞ്ഞ് അമൃത പറഞ്ഞു പഠിപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് കുട്ടി വന്ന് അച്ഛനെതിരെ വീഡിയോ ചെയ്തതെന്നും ചിലർ വിമർശിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അമൃതയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ചെമ്പൻ സ്റ്റീഫൻ. നാട്ടുകാർ കയറി എന്നിട്ട് ഇവരെ ഒന്നും ഇങ്ങനെ തേജോധം ചെയ്യണ എന്തിനാണ്? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത്? അമൃത എന്ത് തെറ്റ് ചെയ്തു? അമൃതയുടെ അമ്മയും അച്ഛനും മരിച്ചുപോയ അച്ഛനെ പറയുന്നവരുണ്ട്. അപ്പൊ ഇവര് ആ 4 പെമ്പിള്ളേരെ എങ്ങനെയും ജീവിച്ചോട്ടെ, അവര് കഷ്ടം. സോ ഒരു ആർട്ടിസ്റ്റ് എന്ന് മാത്രം എടുത്താൽ മതി. അവര് പറയുന്ന ചില സംസാരത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയണതിൽ ചിലപ്പം ഇഷ്ടക്കേട് തോന്നുമായിരിക്കും. പക്ഷെ അതൊക്കെ ആ പെൺകുട്ടി പറയുന്നില്ല, 18 വയസ്സിൽ ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് കുഞ്ഞായ ഒരാളാണ്, ഒരു അമ്മയായ ഒരാളാണ്. അമ്മ അവരുടെ പ്രായത്തിലല്ല അമ്മയായത്. അവർക്ക് പറ്റിയ അബദ്ധമാണ്. അവരൊന്നും പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തെങ്കിലും അമൃത വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാറുണ്ടോ? അപ്പുറത്തെ സൈഡിൽ ബാല എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ, എന്തെങ്കിലും ഒരു ചൊറിഞ്ഞ വീഡിയോ ഇട്ട് വൻ വിവാദമാകുന്നു. ഇവർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത തരത്തിലുള്ള പൊങ്കാല വരുമ്പോഴാണ് അമൃത ചേച്ചി എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിട്ട് വരിക. ഇത്രയും വലിയൊരു റിയാക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണ് ചേച്ചി വാ തുറക്കണത്. ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. നേരത്തെ തുറക്കേണ്ടതായിരുന്നു, പക്ഷെ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ മുഴുവനും അക്ഷരം പ്രതി സത്യമാണ്. അതിൽ കൂടുതലുണ്ട്. ആ പാപ്പു പിന്നെ പറയാനൊരു ലിമിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അവളത് അത്രയും പറഞ്ഞു നോക്കിയിട്ടുണ്ടാവുക. ആ കുഞ്ഞു വായിൽ അല്ലെങ്കിൽ കുഞ്ഞു ചെവിയിൽ കേൾക്കേണ്ടതെല്ലാം അവള് അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളൂ. അതിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് 3 വയസ്സിലുള്ള കാര്യം ഇത്രയും ഓർത്തിരിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ആ പ്രായത്തിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഇതേ സാധനങ്ങൾ അമൃതയും അമ്മയും ഞാനൊക്കെ ഇരിക്കലെ പറഞ്ഞ് ആ കുട്ടി കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവൾ പറയുമ്പോൾ അതൊരു കാര്യമല്ല. അവളുടെ മനസ്സിൽ എന്നും അതൊരു വേദനയായിട്ട് നിൽക്കണാണ്. അന്ന് ഡാഡി എന്ന് വിളിക്കുക, ഡാഡി ഇങ്ങനെ എറിഞ്ഞു, അപ്പൊ ഞാനിങ്ങനെ മാറി എന്ന് പറയുന്നത് അന്നേ അവള് ചോദിക്കുമ്പോൾ പറയുന്ന സാധനം അവള് വലുതാവുമ്പോഴേ അവളുടെ മനസ്സിൽ അത് ഉണ്ട്. എന്റെ ഓർമ്മ പോയി. ഓക്കെ, അപ്പൊ അതില് അന്ന് ഞാനുണ്ട് അവിടെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെയാണ്. അതിനെ ഒന്ന് സ്നേഹിച്ച് അതിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടാണ് അവനെ പിടിച്ച് വലിച്ചഴിച്ചാ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടിടുമ്പോഴും അവിടെ വെച്ചിട്ടും അവിടെ നിന്ന് എടുത്ത വീഡിയോ, മോളെ കെട്ടിപ്പിടിച്ച് വന്ന് അടുത്തിരുന്ന് എടുക്കുന്ന ഷോ ഓഫിന് വേണ്ടി എടുത്ത വീഡിയോ ഒക്കെ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ കുഞ്ഞിനെ എത്രത്തോളം ആ അച്ഛൻ്റെ അടുത്ത് പേടിയുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ഭയപ്പെട്ടിട്ടാണ് ആ കുഞ്ഞ് അന്നത്തെ ഇതിൽ മൊത്തം ഇരുന്നായിരുന്നേ. എത്രത്തോളം സ്നേഹം കാണിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഇത് കാണിച്ചിട്ടാലും അത് പുറത്ത്
വരില്ല. ആ ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ അന്നത്തെ വീഡിയോ ഇയേഴ്സ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. അതാണ് അവള് പറഞ്ഞത്, പാപ്പു പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടിരുന്നു ഭക്ഷണം നേരാവണം, അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു പക്ഷേ ഒന്ന് നേരാവണ്ണം അടിച്ചിപ്പി അടുത്ത് വിളിച്ചിരുത്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ നല്ലൊരു അച്ഛനായിട്ടെങ്കിലും ഉണ്ടായേനെ. ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമൃതേനെ വിളിച്ചാൽ പാപ്പുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനോ അബീനോ ആര് വിളിച്ചാലും ഇവർ ഫോൺ കൊടുക്കാതിരിക്കില്ല? കാരണം ബർത്ത്ഡേ ആണ് കുഞ്ഞിന്റെ. അത് മാത്രമല്ല റെക്കോർഡ് ചെയ്യും, മനസ്സിലായോ? ഈ ബാല എന്ന് പറയുന്ന ആള് റെക്കോർഡ് ചെയ്തിട്ട് ഇത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ചീത്തപ്പേരും പൊങ്കാല ആർക്കാ വരാം? അമൃതയ്ക്കും ഇവർക്കാണ് വരാം. ഓക്കെ, ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമല്ല എന്നല്ല കരുത്, കുഞ്ഞിനെ അടുക്കുന്നു കുഞ്ഞുമായിട്ട് സ്നേഹിക്കണം ഇഷ്ടമല്ല, ശരി സമ്മതിക്കണു, അങ്ങനെ എന്നെ വിചാരിക്കും. പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ അവർക്ക് ആ ഒരു ബാല വിളിക്കുമ്പം കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇവർക്ക് ആവശ്യം അത് അംഗീകരിക്കാതെ പറ്റത്തില്ല. കാരണം അത് അടുത്ത പൊങ്കാല വരും, അടുത്ത പ്രശ്നം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അമൃതയും അവരൊക്കെ കാണിക്കും. വിഷിങ് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല ഷോപ്പ് കാണിക്കുന്നത്, സ്നേഹം കാണിക്കേണ്ടത്. ഇന്നേ വരെ ആ കുഞ്ഞിനൊന്ന് വിളിക്കുകയോ ആ കുഞ്ഞിനൊരു വിശ്വസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബെസ്റ്റ് ഫ്രണ്ട്, മമ്മി, അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് മൈ എനിമി എന്ന് പറയുന്നിടത്ത് ഈ ബാലഗോപാലിന്റെ പേര് എഴുതിയിരിക്കുകയാണ്. ആൻഡ് ഐ ഹേറ്റ് മൈ ഡാഡി എന്നൊക്കെ ഇവിടെ എഴുതി കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞ് എത്ര ഇയേഴ്സ് ഒക്കെ ആണ്, ഇപ്പൊ അവൾക്ക് 12 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അന്നത്തെ സമയത്ത് പോലും അവള് പറയാണ് അന്നും എനിക്ക് പേടിയാണ് എന്നെ അമ്മയെ അടിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ കേട്ടിട്ടത് അടിക്കുന്ന കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു. 3-3.5 വയസ്സുള്ള കുട്ടിക്ക് ഇതൊന്നും ഓർമ്മയില്ലാണ്ട് ഇരിക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി ആഫ്റ്റർ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമായ കാര്യമാണ്. ഇല്ലാണ്ട് ഫേക്ക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ കഥയല്ല. അങ്ങേരെ ഡ്രൈവർ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോടതിയിൽ നമ്മുടെ സെർവൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പുറത്തു പറഞ്ഞില്ലല്ലോ. മോളെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വായ പൂട്ടി നിൽക്കുവാണല്ലോ ചെയ്തത്. അങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? തല്ലിയതിനെ പറ്റിയിട്ടോ കുപ്പിയെടുത്തെറിഞ്ഞതിനെ പറ്റിയോ ഒന്നും വേണ്ടിയില്ല, മനസ്സിലായോ? മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് തോന്നിയാസം ചെയ്യുമ്പോൾ അറിവ് കെട്ട മുണ്ടമേ എന്നൊക്കെ പറഞ്ഞ് ഈ അമൃതയെ ദേഹോപദ്രം ചെയ്യുമ്പോൾ അടിയും ഇടിയും തൊഴിയും കൊണ്ട് ജീവിച്ചേ. ചേച്ചി ഇന്നത്തെ വീഡിയോയിൽ മേരവണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി തുറക്കൂ, തുറക്കൂ, പറയൂന്ന്. അവിടെ ഒരു കാര്യം നേരാവണ്ണം ചേച്ചി പറയാറില്ലായിരുന്നു. അത് നേരത്തെ പറഞ്ഞെങ്കിൽ ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എനിക്ക് തോന്നുകയാണ്. പറഞ്ഞ് വൈകിപ്പോയിന്നേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ലായിരുന്നു. എനിവേ പറയാണ്, ദയവേത് കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാതെ പൊങ്കാലോ ഇനിയെങ്കിലും ഏത് വീഡിയോ ഇട്ടാലും അതിനകത്ത് ഗോപിയുടെ കാര്യം പറഞ്ഞു വരുന്നുണ്ട്. ചേച്ചി മാന്യമായിട്ട് പബ്ലിക്കില് പറഞ്ഞ് ആ ഒരു റിലേഷനെ പറ്റി ഇട്ടതാണ്. ആ റിലേഷൻ കഴിഞ്ഞു, അതവിടെ തീർന്നു. ചേച്ചിക്ക് ഇത് ഒളിച്ചു വെക്കാറുന്നില്ലേ? അപ്പൊ അന്ന് ഒളിച്ചു വെച്ചിട്ട് ചേച്ചി നടക്കാറുന്നില്ലേ? രണ്ടാമത് വന്ന ഗോപി സുന്ദരന്റെ റിലേഷൻ ഒളിച്ചു വെച്ചിട്ട് നടക്കാറുന്നല്ലോ, ഒളിച്ചു വെച്ചില്ലല്ലോ. അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചു, എല്ലാവരോടും പറഞ്ഞു. വിത്ത് ഓൾ ബ്ലെസ്സിങ്ങിലാണ് അവര് അമ്പലത്തിൽ പോയി താലി കെട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ജീവിച്ചു തുടങ്ങിയത്. അപ്പൊ ദയവ് ചെയ്ത് ഇതൊരു ആ കുഞ്ഞ് അത് പ്രതികരിച്ചാൽ അവളെ കൊണ്ട് പറഞ്ഞിടിയിച്ചതുമല്ല, അവൾ സ്വന്തം ഇഷ്ടത്തിൽ ഇട്ട വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ വന്നു, ബാല സങ്കടം പറഞ്ഞ് അടുത്തൊരു ഡ്രാമാറ്റിക് വീഡിയോ ആയിട്ട് വരുന്നു. അതും നേരെ പോകുന്നത് പാപ്പുവിനെയും അബിക്കെതിരെയാണ്, അമ്മൂനും അവർ ഫാമിലിക്കെതിരെയാണ്. ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത പോലെയാണ്, പഠിപ്പിച്ചു വിട്ട പോലെ കുഞ്ഞിനോട് വീണ്ടും തെറിവിളി കൂടുന്നു ആ ഒരൊറ്റ ഡ്രാമാറ്റിക് വീഡിയോ കൊണ്ട്. സോ അങ്ങേരത് വായടച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. വേർപിരിഞ്ഞ് വർഷങ്ങളായെങ്കിലും നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ഇപ്പോഴും വലിയ ചർച്ചകളാവുകയാണ്. കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞ് ഇരുവരുടെ മകൾ രംഗത്ത് വന്നതാണ് പുതിയ വിവാദങ്ങൾക്കും കാരണമായതും. മകളുടെ ആരോപണങ്ങൾ കേട്ട് സഹിക്കാൻ കഴിയാതെ പ്രതികരണവുമായി ബാലയും രംഗത്ത് വന്നു. പിന്നാലെ അമൃതയും വിശദീകരിച്ചു. ഇതൊക്കെ സമൂഹത്തിൽ പലവിധം ചർച്ചകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്ന കഥകളിൽ നിന്നും അമൃതയും ബാലയും അവരുടെ ജീവിതത്തിലും മകളുടെ കാര്യത്തിലും കാണിച്ച പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്. താരങ്ങളുടെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളും മകളുടെ പേരിലുണ്ടായ വഴക്കുമൊക്കെ ഓഡിറ്റ് ചെയ്ത അനഘ എന്നൊരാൾ എഴുതിയ കുറിപ്പാണ് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു സ്ത്രീ എത്ര കരഞ്ഞാലും കിട്ടാത്ത സിമ്പതി വേവ് ഒരു പുരുഷൻ ചുമ്മാ വിങ്ങിപ്പൊട്ടിയാൽ കിട്ടും. സംശയമുണ്ടോ? ബാലയുടെ ഇമോഷണൽ അത്യാചാർ വീഡിയോയ്ക്ക് വരുന്ന കമന്റുകളും അമൃത ഇന്ന് വെളുപ്പിനെ പോസ്റ്റ് ചെയ്ത കരച്ചിൽ വീഡിയോയ്ക്കും വന്ന പ്രതികരണങ്ങളും നോക്കിയാൽ മതി.
മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ അനാവശ്യമായി ചർച്ച ചെയ്യാൻ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ മലയാളികൾക്കുള്ള ഇഷ്ടം അങ്ങേയറ്റം മുതലെടുത്ത് വിവാദമായ കേസാണ് അമൃതയുടെയും ബാലയുടെയും ഡിവോഴ്സ്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരുടെ പ്രവൃത്തികൾ ചുമ്മാ ഒന്ന് നോക്കാം. ഡിവോഴ്സ് ചെയ്ത് കുട്ടിയുടെ മേൽ അവകാശം ആവശ്യപ്പെട്ടു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറെ വിവാഹവും കഴിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നു. ഇനി കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ. 12 വർഷം മുൻപ് കോടതി ഇടപെട്ട് തീർപ്പാക്കിയ ഒരു ഡിവോഴ്സ് കേസിനെ കുറിച്ച് വീണ്ടും ഇരവാദം പറഞ്ഞ് സിമ്പതി സീക്ക് ചെയ്യുന്നു. മൈനറായ മകളെ വാർത്തകളിലേക്ക് വലിച്ചിട്ട് മകളുടെ ബയോളജിക്കൽ മറ്റേ പാരന്റ് കൂടിയായ കസ്റ്റോഡിയൻ നിരന്തരമായി കുറ്റം പറഞ്ഞ് വിവാദത്തിലുമാക്കുന്നു. പുനർവിവാഹം ചെയ്തതിനെക്കുറിച്ചും അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ കരഞ്ഞു മെഴുകുക. ഇനി പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് സിമ്പതി സീക്ക് ചെയ്യാതെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. കുട്ടിയെ സന്തോഷത്തിലും ദുഃഖത്തിലും ചേർത്ത് നിർത്തി കുട്ടിയുടെ സ്നേഹവും വിശ്വാസവും നേടിയെടുത്ത് വളർത്തി. പൊതുവിടത്തിൽ ദുഃഖവും കുറ്റങ്ങളും മാത്രം വിളമ്പി മോങ്ങാതെ സന്തോഷവും പ്രത്യാശയും പങ്കിട്ടു. ഇത്രേ ഞാൻ കാണുന്നുള്ളൂ. ഒരു ബന്ധം ഡിവോഴ്സ് ആയാൽ അതിനെ ഭൂതകാലമായി കണ്ട് ഇനിയുള്ള ജീവിതം നന്നായി ജീവിക്കാൻ ശ്രമിക്കാതെ അതിനെക്കുറിച്ച് നിരന്തരമായി വിഴുപ്പലക്കി നാട്ടുകാരെ കൂടെ വെറുപ്പിച്ച് 12 വർഷങ്ങൾക്ക് ശേഷവും മുൻ ഭാര്യയും സ്വന്തം മകളെയും വേട്ടയാടുന്ന ആൾ യാതൊരു പിന്തുണയും അർഹിക്കുന്നില്ല. അയാൾക്ക് മാനസിക പ്രശ്നമുണ്ട്. കോടതി ഇടപെട്ട് സൈലൻസ് ചെയ്യേണ്ട പേഴ്സണാലിറ്റിയാണ് ബാല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നടൻ ബാലയ്ക്കെതിരെ മകൾ രംഗത്ത് വന്നതും വലിയ വിവാദമായിരുന്നല്ലോ. പിന്നാലെ ഒരു ഭാഗം തന്നെ ഈ ഒരു 3 വയസ്സിലുണ്ടായ സംഭവങ്ങൾ എങ്ങനെ മകൾക്ക് ഓർമ്മ വരുന്നു എന്ന ചോദ്യവുമായിട്ടും വന്നിട്ടുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധരടക്കം ഇക്കാര്യം അംഗീകരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം മാത്രം ഉൾക്കൊള്ളാൻ ഒരുക്കമായിട്ടില്ല. നടിയും അവതാരകയുമായ അശ്വതി ശ്രീകാന്ത് പങ്കുവച്ച കുറിപ്പ് വളരെയേറെ ശ്രദ്ധ നേടുകയാണ്. തന്റെ മനസ്സിലെ ആദ്യത്തെ ഓർമ്മ പങ്കുവെക്കുകയാണ് അശ്വതി. തന്റെ 3-ാം വയസ്സിലുള്ള ഓർമ്മയാണ് അശ്വതിയും പങ്കുവെക്കുന്നത്. അശ്വതിയുടെ പോസ്റ്റിന് താഴെ സമാനമായ രീതിയിൽ തങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും പങ്കുവെച്ച് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എന്റെ ആദ്യ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഏത് പ്രായത്തിലാണ് എന്നതായിരുന്നത്. സന്തോഷമുള്ള ഓർമ്മകളെക്കാൾ ഭയപ്പെടുത്തിയ അരക്ഷിതമാക്കിയ സംഭവങ്ങൾ ഓർത്തുവെക്കുന്ന ശീലം മനുഷ്യന്റെ ബ്രെയിനിനുണ്ട്. സംഭവിച്ചത് എന്തായിരുന്നു എന്ന് മുതിർന്നപ്പോഴാവും വ്യക്തമാകുന്നതെങ്കിലും ആ ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ, മണങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെച്ചേക്കാം. അത്തരമൊരു അവസ്ഥയിൽ വീണ്ടും ചെന്നെത്താതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതിന്റെ ഒരു ഭാഗമാണത്. ചെറുപ്പത്തിൽ നായ കടിച്ചാൽ, വെള്ളത്തിൽ വീണാൽ ഒക്കെ ആ ഭയം ജീവിതാവസാനം വരെ കൂടി ഉണ്ടാവില്ലേ? 3 വയസ്സുള്ളപ്പോൾ ചൂടൻ തേപ്പ് പെട്ടിയിൽ കൈവെള്ള പതിപ്പിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അച്ഛന്റെ അനുജൻ അയൺ ചെയ്യുകയായിരുന്നു. ഇതിന് ചൂടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതും ഹേയ് ഒട്ടുമില്ല, ഒന്ന് തൊട്ടു നോക്കുന്നു എന്ന് കൊച്ചച്ഛൻ സർക്കാസം പറഞ്ഞതും ഞാൻ അപ്പോൾ തന്നെ കൈവെള്ള അപ്പാടെ അതിൽ വെച്ചു നോക്കിയതും അത്ര തെളിച്ചമുള്ള പൊള്ളുന്ന ഓർമ്മയാണ്. ഏറെക്കുറെ അതേ പ്രായത്തിലാണ് രാത്രി അടുക്കളയിൽ ഒരു മൂങ്ങ വഴിതെറ്റി കയറുന്നത്. ഭയന്ന് വിറച്ച് നിലവിളിച്ചതും വീടിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കണ്ണു കാണാതെ പറന്നു നടന്ന മൂങ്ങയുടെ ദൃശ്യവും ഇന്നും മറന്നിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എത്രാമത്തെ വയസ്സിലേതാണ്? പങ്കുവെക്കാമോ? കുട്ടിയല്ലേ, എന്ത് ഓർമ്മ കാണാനാണ് എന്ന് കുഞ്ഞുങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നവരോട് കൂടിയാണ് ഈ ഒരു ചോദ്യം. അമൃത സുരേഷിന്റെ മകൾക്കെതിരായ വിമർശനങ്ങൾക്കെതിരെയും അശ്വതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 12 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ശപിച്ചും ആക്ഷേപിച്ചും ബുള്ളിങ് ചെയ്യുന്ന ഒരു കൂട്ടം. മനുഷ്യരുടെ മാനസിക നില ശരിക്കും എന്തായിരിക്കും? ആര് എന്ത് ചെയ്തതിന്റെ പേരിലായാലും ആ കുഞ്ഞിനെ ഇതുണ്ടാകുന്ന ഒരു ട്രോമയ്ക്ക് ആര് സമാധാനം പറയും? ബാലാവകാശ കമ്മീഷന് ഇതിൽ എങ്ങനെ ഇടപെടൽ നടത്താനാകും എന്നറിയാൻ ആകാംക്ഷയുണ്ട് എന്നായിരുന്നു അശ്വതി പറഞ്ഞത്.